ഇതെൻ്റെ ഒരു മുളക് ചെടിയാണ്. ഞാൻ ഇതിൽ നിന്നാണ് ഡെയിലി മുളകൊക്കെ എടുക്കുന്നത്. അത്യാവശ്യം മുളകൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ വളമിടുന്നത് നമ്മുടെ കഞ്ഞിവെള്ളമില്ലേ, ഉപ്പില്ലാത്ത കഞ്ഞിവെള്ളം ഇടും. പിന്നെ നമ്മൾ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യുന്ന വേസ്റ്റൊക്കെ ഉണ്ടാവില്ലേ, അത് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം ഞാൻ എന്താ ചെയ്യുക, അതിൻ്റെ വെള്ളം മാത്രം എടുത്ത് ഇതിനൊഴിക്കും. ഇനി അടുത്തതൊരു രമ്പച്ചെടിയുണ്ട്, അത് ഞാൻ കാണിക്കാം. ഇതാണ് എൻ്റെ രമ്പച്ചെടി. ഇപ്പോൾ ഇതിന് 2 കുപ്പികളൊക്കെ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഡെയിലി വെള്ളം ഒഴിച്ച് കൊടുക്കണം, ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് ഉണങ്ങിപ്പോകും. പിന്നെ നമ്മൾ മുട്ടക്കറി, ചിക്കൻ, മട്ടൻ ഒക്കെ വയ്ക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു ഇല എടുത്തിട്ട് ഇടുകയാണെങ്കിൽ, അതായത് ഇലയൊക്കെ എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തൊക്കെ ഇടുകയാണെങ്കിൽ നല്ല സ്മെല്ല് ഉണ്ടാവും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഇത് ലെമണാണ്. ലെമണ് ഞാൻ ഇത് തന്നെ ചെയ്യുന്നത്. കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കും, പിന്നെ വെള്ളമൊക്കെ ഡെയിലി ഒഴിച്ച് കൊടുക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചൂട് സമയമല്ലേ, ഇത് ഉണങ്ങിപ്പോകും. പിന്നെ ഇതിൻ്റെ ഇലയൊക്കെ എടുത്തിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ വെയിറ്റ് ലോസിനൊക്കെ നല്ലതാണ്. അതുപോലെ അലോവേര ഞാൻ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കാരണം എണ്ണ ഉണ്ടാക്കാനും അതുപോലെ തന്നെ നമ്മുടെ തലയിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ടൊക്കെ നല്ലതാണ്. അതുകൊണ്ട് പിന്നെ ഇതൊരു ഔഷധം കൂടിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊക്കെ ഈ മുറിവൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ട് നമ്മുടെ കയ്യിലൊക്കെ ഒഴിക്കുകയാണെങ്കിൽ, തേക്കുകയാണെങ്കിൽ മുറിവൊക്കെ ഉണങ്ങാനായിട്ടൊക്കെ നല്ലതാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത്യാവശ്യം ചെടികളൊക്കെ ഞാനിങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തുളസിയൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. ഞങ്ങളിവിടെ 2nd ഫ്ലോറിലാണ് താമസിക്കുന്നത്. അതുപോലെ താഴത്ത് ഇങ്ങനെ വണ്ടിയൊക്കെ കാണുന്നത്. ഞങ്ങളൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇതൊരു ചെറിയൊരു വീടാണ്, എങ്കിലും ചെറിയൊരു ബാൽക്കണിയൊക്കെ ഉണ്ട്. അവിടെ ഞാനിങ്ങനെ ചെടിയൊക്കെ വെച്ച് പിടിപ്പിക്കും. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടിയൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കാനായിട്ട്. ഡെയിലി എൻ്റെ ജോലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കുക, രാവിലെ എഴുന്നേറ്റ് ഇതിന് വെള്ളം ഒഴിക്കണം. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ഞാൻ ഇതിനോട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ. അപ്പോൾ എൻ്റെ മോൻ എന്നോട് പറയും, അമ്മയ്ക്ക് വട്ടാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇതെൻ്റെ മണി പ്ലാന്റ് ഇങ്ങനെ വളർന്ന് നേരോട്ട് വരും. നമുക്ക് വലിയ ഇലയൊക്കെ കണ്ട ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. ഇതിന് ഞാനിങ്ങനെ ഡെയിലി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കും. കഞ്ഞിവെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഒഴിക്കും. ഉപ്പില്ലാത്ത കഞ്ഞിവെള്ളം വേണം ഒഴിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് ഉണങ്ങിപ്പോകും കേട്ടോ. പിന്നെ ഡെയിലി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കണം. പിന്നെ അത്യാവശ്യം നമ്മളിങ്ങനെ ഉണങ്ങിയ ചാണകമൊക്കെ കിട്ടുകയാണെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. മണി പ്ലാന്റൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് വലുതായിരുന്നു, പക്ഷേ അത് കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം അതിൻ്റെ മേലോട്ട് ഇലയൊക്കെ ഉണങ്ങിയത് കൊണ്ട് അത് കട്ട് ചെയ്തൊക്കെ കളഞ്ഞു. പിന്നെ ഇവിടെ നോക്കാം, വീടിൻ്റെ ഫ്രണ്ടിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇട്ടതാണ്.